ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയുന്നത് 3ാം ക്ലാസ് ഗണിതത്തിലെ 10ാമത്തെ ചാപ്റ്റർ ഭാരം അറിയാം, മെഷർ വെയിറ്റ് എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ്. ഇന്ന് 2 ക്ലാസ് ഉണ്ടായിരുന്നു. ആ 2 ക്ലാസ്സിലും പറഞ്ഞ പ്രവർത്തനങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ഇടുകയാണ്. അതിൽ 1ാമത്തെ പ്രവർത്തനം 50 ഗ്രാം 50 ഗ്രാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. നമുക്ക് ഇത് വായിച്ചു നോക്കണം. ഇതുവരെയാണ് അത് ചെയ്യേണ്ടത്. 2ാമത്തെ പ്രവർത്തനം, മുംതാസ് കടയിൽ നിന്ന് 4 കിലോ 350 ഗ്രാം നേന്ത്രപ്പഴവും 2 കിലോ 850 ഗ്രാം കദളിപ്പഴവും വാങ്ങി പഴങ്ങളുടെ ആകെഭാരം എത്ര എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. 3ാമത്തെ പ്രവർത്തനം, 15 കിലോ 500 ഗ്രാം ഗോതമ്പ് കഴുകി ഉണക്കിയപ്പോൾ 1 കിലോഗ്രാം 350 ഗ്രാം കുറവ് വന്നു. അപ്പോൾ ഗോതമ്പിന്റെ തൂക്കം എത്ര? 4ാമത്തെ പ്രവർത്തനം, ആകെ ഭാരം കാണാനുള്ള ഈ പ്രവർത്തനമാണ്. ഇങ്ങനെ 4 വർക്കാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇത് മലയാളമാണ്, ഇതിന്റെ ഇംഗ്ലീഷ്. 50 ഗ്രാം പാക്സ് എന്ന് പറയുന്ന ഈ വർക്ക് നമുക്ക് ചെയ്യുമ്പോൾ വായിക്കാം. ഇവിടെയാണ് അത് വർക്ക് ചെയ്യേണ്ടത്. അടുത്തത് താഴേക്ക് വന്നാൽ, മുംതാസ് ബോട്ട് 4 kilograms and 350 grams of big bananas and 2 kilograms and 850 grams of small bananas. What is the total weight എന്നാണ് ഒരു പ്രവർത്തനം. അടുത്തത്, when 50 kilograms of and 500 grams of wheat was washed and dried, the weight was reduced by 1 kilogram and 350 grams. Find the weight of the wheat now എന്നാണ്. അടുത്തത് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഈ പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഓരോരോ പ്രവർത്തനങ്ങൾ ആദ്യം നോക്കാം. ആദ്യത്തെ പ്രവർത്തനം ഇതാണ്, 50 ഗ്രാം 50 ഗ്രാം എന്ന് പറയുന്ന ഈ പ്രവർത്തനം. ഹംസയുടെ കടയിൽ ഓരോ ഭരണിയിലുമുള്ള സാധനങ്ങളുടെ തൂക്കം താഴെ കൊടുക്കുന്നു. ഇതാണ് ഹംസയുടെ കട. കശുവണ്ടി പരിപ്പ് 1 കിലോഗ്രാം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ് അല്ലേ? അത് ആദ്യം മനസ്സിലാക്കണം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. മുന്തിരി റൈസിൻ എത്രയാണ്? ഇത് കാഷ്യൂനട്ട്. മുന്തിരി എത്രയാണ്? 500 ഗ്രാം. എത്രയാണ്? 500 ഗ്രാം, 500 ഗ്രാംസ്. ഓക്കെ. അടുത്തത് ഏലക്കായ കാഡ്മാം എത്രയാണ്? 400 ഗ്രാംസ്, 400 ഗ്രാം. അടുത്തത് കുമിൻ സീഡ് ജീരകമാണ്. എത്രയാണ്? 200 ഗ്രാം. ഭരണിയിലുള്ള സാധനങ്ങളുടെ തൂക്കം നമുക്ക് കിട്ടി. ഇനി ഇനവും തൂക്കവും കണ്ടല്ലോ, ഇതാണ് അത്. ഇവ ഓരോന്നും 50 ഗ്രാം പാക്കുകളിലാക്കിയാൽ ഓരോ ഇനത്തിലും എത്ര പാക്കറ്റുകൾ ഉണ്ടാകും എന്നാണ്. ഇത് കശുവണ്ടി പരിപ്പ് 50, 1 കിലോഗ്രാമിന്റെ പാക്ക് 1 കിലോഗ്രാം ആണുള്ളത്. അത് 50 ഗ്രാമിന്റെ പാക്കിലേക്ക് ആക്കിയാൽ എത്ര ഉണ്ടാകുന്നില്ല നോക്കാം. കശുവണ്ടി പരിപ്പ് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. 1000 ഗ്രാമിനെ 50 ഗ്രാം കൊണ്ട് അരിക്കുകയാണെങ്കിൽ എത്ര കിട്ടും? ഒന്ന് നോക്കൂ. 10 50 500, 20 50 എത്രയാണ്? 1000 ആകും അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ അത് നമുക്ക് കിട്ടി. കശുവണ്ടി പരിപ്പ് കാഷ്യൂനട്ട് 20 പാക്കുകളിലാക്കി വെക്കാം. ഇനി മുന്തിരി റൈസിന് 500 ഗ്രാം ആണ്. എത്ര പാക്കിൽ വെക്കാം? 50ന്റെ 10 50 ആണ് 500 വരെ അല്ലേ? അപ്പൊ 50ന്റെ 10 പാക്ക് റൈസ് മുന്തിരി 10. ഇനി ഏലക്കായ 400 ഗ്രാം വരെ എത്രയാണ്? പറഞ്ഞു നോക്കൂ. 8 50 ചേർന്നാൽ എത്രയാകും? 400 ഗ്രാം ആവില്ലേ? അതാണ് ഏലക്കായ. കാഡ്മോം എത്രയാണ്? 8 പാക്കിൽ 50ന്റെ 8 പാക്കിലാക്കാം 50 ഗ്രാമിന്റെ. അടുത്തത് കുമിൻ സീഡ് ജീരകം എത്രയാണ്? 200 ഗ്രാം ആണത്. അപ്പൊ എത്രയായിരിക്കും? 4 പാക്കിലാക്കാം. 4 50 ചേർന്ന് എത്ര ആയിരിക്കും? 200 ആയിരിക്കും. ഇങ്ങനെയാണ് ആ കണക്ക് പൂർത്തിയാക്കേണ്ടത്. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാമിനെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ കിട്ടും. ഓക്കെ. ഇനി അടുത്ത വർക്ക്, മുംതാസ് കടയിൽ നിന്ന് 4 കിലോ 350 ഗ്രാം നേന്ത്രപ്പഴവും 2 കിലോഗ്രാം 850 ഗ്രാം കദളിപ്പഴവും വാങ്ങി. പഴങ്ങളുടെ ആകെ ഭാരം എത്രയാണെന്ന് വെച്ചാൽ, നേന്ത്രപ്പഴം എത്രയാണ് വാങ്ങിയത്? 4 350. 4 കിലോഗ്രാം 350 ഗ്രാം. ചെറിയ പഴം അല്ലെങ്കിൽ കദളിപ്പഴം എത്ര വാങ്ങിയത്? 2 കിലോഗ്രാം 850 ഗ്രാം അല്ലെ? 2 കിലോ ആൻഡ് 850 ഗ്രാം. അപ്പൊ ആകെ കാണാനുള്ള വഴി എന്താണ്? അത് കൂട്ടി നോക്കണം. 4 കിലോയും 2 കിലോയും കൂട്ടിയാൽ 6 കിലോ. 350 ഗ്രാമും 850 ഗ്രാം കൂട്ടിയാൽ 1200 ഗ്രാം. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ 6 കിലോ എന്ന് പറഞ്ഞാൽ 6000 ഗ്രാമും പിന്നെ 1200 ഗ്രാമും തമ്മിൽ കൂട്ടുക. അപ്പൊ അത് 7200 ഗ്രാം, 7200 ഗ്രാം. ക്ലിയർ ആണല്ലോ? ഇത്രയും മനസ്സിലായില്ലേ?
ആ 7200 ഗ്രാമിനെ നമ്മൾ കിലോയിലേക്ക് മാറ്റുമ്പോൾ 7 കിലോ 200 ഗ്രാം, 7 കിലോ 200 ഗ്രാം. വളരെ എളുപ്പത്തിൽ അല്ലേ? നമുക്ക് ആദ്യം തമ്മിൽ ആഡ് ചെയ്യുക, ആഡ് ഗ്രാമിലേക്ക് മാറ്റുക, ഗ്രാമിനെ കൊണ്ട് കിലോഗ്രാമിലേക്ക് മാറ്റുക. ക്ലിയർ ആണല്ലോ ഈ വർക്ക്? മനസ്സിലാകായ്മല്ലോ? ഓക്കെ, അടുത്ത വർക്ക് ഇതാണ്. അടുത്ത വർക്ക് 15 കിലോ 500 ഗ്രാം ഗോതമ്പ് കഴുകി ഉണക്കിയപ്പോൾ 1 കിലോ 350 ഗ്രാം കുറവ് വന്നു. ഇപ്പോൾ ഗോതമ്പിന്റെ തൂക്കം എത്ര? നോക്കണേ, 15 കിലോ 500 ഗ്രാം ആണ് ആകെ വെയിറ്റ് ഉണ്ടായിരുന്നത്. അതിലെത്ര കുറവ് വന്നത്? 1 കിലോഗ്രാം 350 ഗ്രാം കുറവ് വന്നു അല്ലെ? അത് ഉണക്കിയപ്പോൾ അത്ര കുറവ് വന്നു. ഇപ്പോൾ ഗോതമ്പിന്റെ തൂക്കം എത്ര? അപ്പൊ ആദ്യം ഗോതമ്പിന്റെ ഭാരം, വെയിറ്റ് ഓഫ് വീറ്റ് എത്രയാണ്? 50 കിലോ ആൻഡ് 500 ഗ്രാം. ക്ലിയർ ആണല്ലോ? ഭാരം കുറഞ്ഞത് എത്രയാണ്? 1 കിലോ ആൻഡ് 350 ഗ്രാം, 1 കിലോ 350 ഗ്രാം. വ്യത്യാസം എത്ര ആയിരിക്കും? ഈ 15,500 നിന്നും 1,350 കുറക്കണം അല്ലെ? 15 കിലോ 1 കിലോ കുറച്ചാൽ 16 കിലോ, 500 ഗ്രാമിൽ നിന്ന് 350 ഗ്രാം കുറച്ചാൽ 150 ഗ്രാം. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഗോതമ്പിന്റെ തൂക്കം എത്രയായിരിക്കും? 14 കിലോ 150 ഗ്രാം ആയിരിക്കും അല്ലെ? ഈ കുറഞ്ഞ ഭാരം കുറച്ചാൽ ബാക്കി തൂക്കം എത്രയെന്ന് കിട്ടൂലേ? 14 കിലോ 150 ഗ്രാം ആയിരിക്കും. ഇത് ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി ലാസ്റ്റ് വർക്ക്, ഈ വർക്കാണ്. ആകെ ഭാരം എന്ന് പറയുന്ന, ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്ന ഈ ഭാഗം. സൈനബയുടെ വാട്ടർ ബോട്ടിലിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നപ്പോൾ ഭാരം 650 ഗ്രാം. ഒഴിഞ്ഞ വാട്ടർ ബോട്ടിൽ തൂക്കിയപ്പോൾ 200 ഗ്രാം. എങ്കിൽ വാട്ടർ ബോട്ടിലെ വെള്ളത്തിന്റെ ഭാരം എത്രയായിരുന്നു? ബോട്ടിലിൽ പകുതി വെള്ളമുള്ളപ്പോൾ ആകെ ഭാരം എത്രയായിരിക്കും? ശ്രദ്ധിക്കണം, ഈ കണക്ക് ചെയ്യുമ്പോൾ സൈനബയുടെ വാട്ടർ ബോട്ടിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നപ്പോൾ ഭാരം എത്രയായിരുന്നു? 650. അതാ വെള്ളത്തിന്റെ ഭാരം ഇപ്പോൾ എത്ര ഉണ്ടാവും? ബോട്ടിലും വെള്ളവും കൂടി എത്ര ഉണ്ടാവും? 650 ഗ്രാം. ഒഴിഞ്ഞ വാട്ടർ ബോട്ടിൽ തൂക്കിയപ്പോൾ 200 ഗ്രാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ 650 ഗ്രാമിൽ നിന്നും ഒഴിഞ്ഞ വാട്ടർ ബോട്ടിലിന്റെ ഗ്രാം ഒഴിവാക്കിയ പോരെ? അപ്പൊ 450 ഗ്രാം ആയിരിക്കും. 650 200 പോയാൽ 450. 650 മൈനസ് 200 450 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതായത് മൊത്തം വാട്ടർ ബോട്ടിലും വെള്ളത്തിന്റെയും ഭാരമാണ് 650 ഗ്രാം. അതിൽ നിന്നും ഒഴിഞ്ഞ വാട്ടർ ബോട്ടിൽ തൂക്കിയ ഭാരം ഒഴിവാക്കിയപ്പോൾ 450 ഗ്രാം നമ്മൾ തൂക്കി. ഇപ്പൊ വെള്ളത്തിന്റെ ഭാരം എത്ര ശരിക്ക്? 450 ഗ്രാം ആണ് വെള്ളത്തിന്റെ ഭാരം. 450 ഗ്രാം ആണ് വെള്ളത്തിന്റെ ഭാരം. എങ്കിൽ വാട്ടർ ബോട്ടിലിലെ വെള്ളത്തിന്റെ ഭാരം എത്രയായിരുന്നു? 450 ഗ്രാം. അതിവിടെ എഴുതുക. ഇനി ബോട്ടിലിൽ പകുതി വെള്ളമുള്ളപ്പോൾ ആകെ ഭാരം എത്രയായിരിക്കും? ബോട്ടിൽ ഫുള്ള് വെള്ളം ഉണ്ടായപ്പോഴാണ് 450 ഗ്രാം കിട്ടിയത്. അപ്പൊ പകുതിയാണെങ്കിലോ 450 പകുതി എത്ര ആയിരിക്കും? വെള്ളവും പ്ലസ് ബോട്ടിലെ നമ്മൾ കാണണ്ടേ? പകുതി വെള്ളത്തിന്റെ ഭാരം അറിയണമെങ്കിൽ വെള്ളത്തിന്റെ ഭാരവും ബോട്ടിലിന്റെ ഭാരവും കാണും. അപ്പൊ പകുതി വെള്ളത്തിന്റെ ഭാരം എത്ര? 450 പകുതി എത്ര ആയിരിക്കും? 225, 225 അല്ലെ? പിന്നെ വാട്ടർ ബോട്ടിലിന്റെ ഭാരം എത്രയാണ്? 200. 200 ഗ്രാം എഴുതി. അപ്പൊ 225 പ്ലസ് 200, 225 പ്ലസ് 200, അപ്പൊ എത്രയായിരിക്കും? 425 ഗ്രാം. അപ്പൊ പകുതി വെള്ളത്തിന്റെ ഭാരം എത്രയായിരിക്കും? വെള്ളത്തിന്റെ ഭാരവും ബോട്ടിലിന്റെ ഭാരവും കൂട്ടുകയാണെങ്കിൽ 425 ഗ്രാം, 425 ഗ്രാം. ക്ലിയർ ആണല്ലോ? ആകെ ഭാരം കണ്ടെത്താനുള്ള വർക്കും നമ്മൾ ഈസി ആയിട്ട് ചെയ്തു. കൂട്ടുകാരെ, ഇന്ന് പറഞ്ഞ 4 പ്രവർത്തനവും നമ്മൾ എളുപ്പത്തിൽ ചെയ്തു. ഭാരം അളക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.